ഗാസയിൽ സമാധാനം പുലരുന്നു എന്ന വാർത്തകളാണ് 2 ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ശരിക്കും ഗാസയിൽ സമാധാനം പുലരുന്നുണ്ടോ? പലസ്തീനികൾ 2 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അതേ സമാധാനത്തോടെ ഗാസയിൽ ജീവിച്ചു തുടങ്ങിയോ? അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും അവർക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയുമോ? യുദ്ധം അവസാനിച്ചു എന്ന ശുഭാപ്തി വിശ്വാസം നൽകുന്ന വാർത്ത ഒരു വലതുപക്ഷ നിർമ്മിതിയാണ്. ആദ്യം തന്നെ അത് യുദ്ധമല്ല, വ്യക്തമായ അധിനിവേശമാണ്. 2 കക്ഷികൾ തമ്മിൽ നടക്കുന്ന ഏറ്റുമുട്ടലാണ് യുദ്ധം. പലസ്തീനിൽ നടക്കുന്ന കടന്നാക്രമണവും വംശഹത്യയും ഒരിക്കലും യുദ്ധമല്ല. ഇസ്രയേൽ പലസ്തീനിൽ നടത്തി വന്നിരുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടാക്കിയ സമാധാന കരാർ ലംഘിച്ച് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണത്തിന് പലസ്തീൻ എന്ന രാജ്യം ഇല്ലാതാകുന്നത് വരെ അറുതി ഉണ്ടാകുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല. 1967 മുൻപുള്ള അതിർത്തികളോടെയും കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായും സ്വതന്ത്ര പലസ്തീൻ രാജ്യം നിലവിൽ വരുന്നതാണ് പലസ്തീനികൾക്ക് നൽകാനുള്ള ഒരേയൊരു നീതി. അതല്ലാതെ ഒരു സമാധാന കടലാസ് കഷണത്തിനും അവരോട് നീതി പുലർത്താനില്ല. ഒരു വശത്ത് ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുത്തും മറുവശത്ത് നൊബേലിന് വേണ്ടിയുള്ള സമാധാന നാടകം കളിച്ചും ട്രംപ് നടത്തുന്ന മധ്യസ്ഥത മുതൽ ഹമാസ് അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ പലസ്തീൻ യുദ്ധം നേരിടേണ്ടി വന്നത് എന്ന നിസ്സാരവൽക്കരിക്കൽ വരെയുള്ള ഒന്നും ആ ജനതയ്ക്ക് നൽകുന്ന നീതിയല്ല. ട്രംപും നെതന്യാഹുവും കൂടെ ഉണ്ടാക്കിയ കടലാസുകൾക്ക് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. പ്രധാനമായും ട്രംപിന് കൈവിട്ടുപോയ സമാധാന നോബൽ, പിന്നെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നെതന്യാഹുവിന്റെ നിലനിൽപ്പ്, ഹമാസിൽ നിന്ന് ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കും. ഇതിലൊരിടത്തും പലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യവും പലസ്തീനികളുടെ അതിജീവനവും പെടുന്നില്ല. മുൻപുണ്ടാക്കിയ എല്ലാ സമാധാന കരാറുകളും ചർച്ചകളും ഇസ്രയേൽ ലംഘിച്ചിട്ടുണ്ട്. എന്നിട്ടും സമാധാന കരാർ കൊട്ടിഘോഷിച്ച് യുദ്ധം അവസാനിച്ചു എന്ന് എല്ലാവരും അങ്ങ് തീരുമാനിച്ചു. ഇത്തവണയും ഇസ്രയേൽ അതുതന്നെ തുടർന്നു. സമാധാനവും വെടിനിർത്തലും ഒക്കെ ലംഘിച്ച് ഇസ്രയേൽ വീണ്ടും ആക്രമണം തുടർന്നു. 9ഓളം പേർ ആ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. വടക്കൻ ഗാസയിലേക്ക് മടങ്ങിയ പലസ്തീൻ പൗരന്മാരാണ് ഇസ്രയേൽ സൈനികരുടെ വെടിയേറ്റ് മരിച്ചത്. ഖാൻ യൂണീസിൽ ഇസ്രയേൽ ഡ്രോൺ ആക്രമണവും നടത്തി. പലായനം ചെയ്തു പോയ പലസ്തീനികൾ തിരികെ എത്തുന്നുണ്ട്. മോചിപ്പിച്ച ബന്ദികൾക്ക് ചികിത്സ നൽകാനുള്ള ആശുപത്രികളില്ലാത്ത, സഞ്ചരിക്കാൻ വാഹനങ്ങളില്ലാത്ത, കയറിക്കിടക്കാൻ വീടുകളില്ലാത്ത, കഴിക്കാൻ ആഹാരമില്ലാത്ത, ഉറ്റവരുടെയും നാടിന്റെയും അവശിഷ്ടങ്ങൾ മാത്രമുള്ളൊരു തരിശു നിലത്തേക്ക്. ഒരു മഹാമാരിക്ക് ശേഷം നാട്ടിലെത്തിയതുപോലെ അവശേഷിക്കുന്ന മനുഷ്യരുമായി അവരൊരു പുതിയ രാജ്യം പടുത്തുയർത്തണം. വെള്ളവും ഭക്ഷണവും മുതൽ എല്ലാം ആദ്യം മുതൽ നിർമ്മിക്കണം. കണ്ണടച്ച് സമാധാന കരാറിന് കൈയടിച്ച ആരും ആ അതിജീവനത്തിന് കൈത്താങ്ങാകില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ട്വിറ്റർ പോസ്റ്റിലൂടെ ട്രംപിനെ അഭിനന്ദിച്ച് ഗാസ എന്ന അധ്യായം മറന്നു. 2 വർഷം ഇസ്രയേൽ കൊന്നുതള്ളിയ പലസ്തീനികളുടെ എണ്ണം 60,000-ലധികമാണ്. അതിൽ തന്നെ 18,500-ലധികം കുട്ടികളും. ആശുപത്രികളിലുള്ള നവജാത ശിശുക്കളെ പോലും ഹമാസ് എന്നാരോപിച്ച് ഇസ്രയേൽ കൊന്നുതള്ളി. ആ ഗാസയിൽ എങ്ങനെയാണ് സമാധാനം പുലരുക? ഈ കൊട്ടിഘോഷിക്കലുകൾക്ക് അപ്പുറവും ഡ്രോണുകൾ വന്നു പതിക്കുന്ന നാട്ടിൽ അവരേത് കടലാസിനെയാണ് വിശ്വസിക്കുക? ഗാസയ്ക്ക് വേണ്ടത് കരാറുകളല്ല, സ്വതന്ത്ര രാജ്യമാണ്. കയ്യടി വാങ്ങാൻ വേണ്ടി കരാറുകൾ ഉണ്ടാക്കിയവരായാലും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരെ അഭിനന്ദിക്കുന്നവരായാലും ഗാസയിലെ മനുഷ്യരുടെ ചോരയുടെ മണമുണ്ട് നിങ്ങളുടെ ഈ കരാർ പ്രഹസനത്തിൽ. പലസ്തീൻ പൂർണ്ണമായും പലസ്തീനികളുടേതാകും വരെ നിങ്ങളുടെ നേട്ടങ്ങൾക്ക് ആ കരിങ്കൽ കൂനയുടെ പോലും വിലയുണ്ടാകില്ല.